പലിശ നിരക്കൊന്നും കാണാനില്ലല്ലോ. 2% അധിക പലിശ. എല്ലാ നിക്ഷേപങ്ങൾക്കും ജൂൺ 20 വരെ 26%, 28%, 30%, 32%. അല്ല, ഇതാരും മീരമോളാ. ഇങ്ങോട്ടൊക്കെ വരാൻ വഴി അറിയോ മോക്ക്? അങ്കിൾ പ്രിയ എവിടെ? അവളകത്തുണ്ട്. ഇതെന്ത് കുന്തനാണ്ടാമോ? വീഡിയോ ക്യാമറ ഫോട്ടോ എടുക്കുന്ന? അതെ. ഇതിനെന്നാ വില വരും? 25,000 രൂപ വരും. ഓ, ഫോട്ടോ എടുക്കുന്ന കിഡ്ലോക്കിന്റെ വിലയെ 25,000 രൂപ. 25,000 രൂപ ഏതെങ്കിലും ബാങ്കിൽ കൊണ്ടിട്ടാലേ 32% പലിശ കിട്ടും. ഇത് കണ്ട. ആന്റി എവിടെ അങ്കിൾ? ആന്റി, ഹായ് ആന്റി. ആ, മീരയോ? മോള് വന്നെന്ന് പ്രിയ പറഞ്ഞു. ഇന്ന് ഏതായാലും മോള് വന്നത് നന്നായി. ഇന്നെന്താ വിശേഷം? ഇന്നൊരു കൂട്ടർ പ്രിയ കാണാൻ വരുന്നുണ്ട്. ചെറുക്കൻ ഡോക്ടറാ. നേരാണോ ആന്റി? എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞില്ലല്ലോ. ഇന്നലെ രാത്രി ആ ബ്രോക്കർ നാരായണൻ വന്ന് പറഞ്ഞത് ഇന്ന് അവർ ഇവളെ കാണാൻ വരുമെന്ന്. നല്ല കാര്യമാ മോളെ. ആ, മോളെ ഇരിക്കെ, ഞാൻ കാപ്പി എടുക്കാം. കാര്യമൊക്കെ നല്ലതാ. പക്ഷെ നാട്ടിലെങ്ങും ഇല്ലാത്ത വിലയാ ചോദിക്കുന്നത്. വിലയോ? ആ, സ്ത്രീധനം 2 ലക്ഷം രൂപയെ. പ്രിയ, പ്രിയ. ഞാനിവിടെ നിന്ന് മരത്തേന്ന് കുലുക്കിയെടുക്കാനെന്നാ വരുന്നവന്റെ ഒക്കെ വിചാരം. രാപകല് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് വല്ലവനും കൊണ്ട് കൊടുത്താലേ അവസാനം ഞാനിവിടെ ചോദ്യം കുത്തേണ്ടി വരും. ഓവേ, ഡോക്ടർ സ്വപ്നം കണ്ട് കിടക്കുകയാണെന്ന് തോന്നുന്നു. ഒന്ന് പോടി. അപ്പഴേ ഡോക്ടർ എന്ന് കേട്ടപ്പോ നമ്മുടെ ചേട്ടന് തഴഞ്ഞോ? നിനക്ക് തമാശയാ. എനിക്ക് ഡോക്ടറെയും വേണ്ട, ആരെയും വേണ്ട. ആരെയും? ഞാൻ ആരെയും കാണാൻ പോകുന്നില്ല. അമ്മയുടെ നിർബന്ധം കൊണ്ടാ. നീ എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ എന്ത് ചെയ്യണം? പറഞ്ഞു. ആ ഡോക്ടർ എന്നെ കണ്ടിട്ടുണ്ട്. അയാൾക്ക് എന്നെ വലിയ കമ്പമാ. നീ ഈ പ്രപ്പോസൽ ഒന്ന് കലക്കി തരണം. ആ കാര്യം ഞാൻ ഏറ്റു. അവരൊന്ന് കണ്ടിട്ട് പോട്ടെ. എന്ന് വെച്ച് കെട്ടാനൊന്നും പോകുന്നില്ലല്ലോ. നിന്നെ ഞാൻ ആർക്കും കൊടുക്കില്ല. ആ, പക്ഷെ ഒരു കാര്യം, നീ കുറച്ചുകൂടി ആക്റ്റീവ് ആണ്. ചേട്ടനെ തനിച്ച് കാണുമ്പോ നീ കേറി ഹെഡ് ചെയ്യണം. അങ്ങനെ എളുപ്പത്തിൽ വീഴുന്ന ആണെന്നല്ലേ എന്റെ ചേട്ടനെന്ന് നിനക്കറിയാമല്ലോ. ആ, പിന്നെ നിന്റെ പാസിംഗ് പോലെ ഇരിക്കും ബോർഡ് പോസിറ്റീവ് വീഴുന്നത്. എന്താ അങ്കിൾ? മോളിങ് വന്നേ. ഞാനോ? ആ, എന്തിനാടി? അങ്കിൾ എന്തിനാ വിളിച്ചത്? അങ്കിൾ ഒരു കാര്യം പറഞ്ഞ മോൾ അനുസരിക്കുവോ? എന്താ അങ്കിൾ? പ്രിയയുടെ ഈ ഡോക്ടറുമായിട്ടുള്ള കല്യാണക്കാര്യം മോളൊന്ന് കലക്കി തരണം. അവിടെ തള്ള പറയും 2 ലക്ഷം കൊടു, 3 ലക്ഷം കൊടുന്നൊക്കെ. അവിടെ തള്ള ഞാൻ കല്യാണം കഴിക്കുമ്പോഴേ 5000 തൂമ്പേ 3 പവനുമായി എനിക്ക് തന്നത്. പിന്നെ പ്രിയയ്ക്ക് വേണ്ടി ഞാനൊരു 25,000 രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ ഒതുങ്ങുന്ന കാര്യമാണെങ്കിൽ ഞാൻ നടത്തി കൊടുക്കാം. ഇതതാണോ 2 ലക്ഷം രൂപയായി? ആ, പിന്നെ എന്റെ മോടെ കല്യാണക്കാരി ഞാനാ കലക്കിയെന്ന് അവിടെ തള്ളെ അറിയാൻ ഇടവരരുത്. ആ, മോള് വിളിക്കൂ. വല്ല ആമ്പിള്ളേരുമായിരുന്നു ലക്ഷക്കണക്കിന് രൂപ ഇപ്പൊ ഇങ്ങോട്ട് ഒഴിയാനെ. പ്രസവിക്കാൻ ലേബർ റൂമിൽ കയറിയപ്പോ പ്രത്യേകം ഞാൻ പറഞ്ഞ പെങ്കൊച്ചിനെ കൊണ്ട് വരരുതെന്ന്. അന്ന് അവളത് കേട്ടില്ല. ഇപ്പൊ പറയുന്നു ലക്ഷം കൊടു, ലക്ഷം കൊടു, കൊടുക്കും. ഓവേ, ചേട്ടന്റെ ഈ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റണം. ഇതൊക്കെ പഴഞ്ചനാ. ഞാൻ പുതിയ സ്റ്റൈൽ ചെയ്തു തരാം. നിന്റെ പൂന സ്റ്റൈലായിരിക്കും. ആ ചീപ്പി തന്നെ നേരെ ഇരിക്കെ. വേണം, നീ എന്നെ മുടിയൊക്കെ ചീത്തയാക്കും. ചേട്ടനൊന്ന് അടങ്ങിയിരിക്കേ. വേണ്ടേ? എങ്ങനെ ജീവിട്ട് ശരിയാവുന്നില്ല.
ഇരിക്കൂ കാണിക്കൂ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരു വാലിന്റെ കുറവേ ഉള്ളൂ. എനിക്ക് വേറെ ജോലിയുണ്ട്. അയ്യോ, ദേ കണ്ടോ ഒരു നരച്ചമുടി. ആ ബുദ്ധിയുള്ളവന്റെ മുടിയൊക്കെ നരയ്ക്കും. അല്ല നിന്നെ പോലെ. ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നാ മതി. തലമുടി ചീ തരാനും നരച്ചമുടി ഡൈ തരാനും ഒരു പെണ്ണിനെ കെട്ടിയാ വല്ല പാടുണ്ടോ? നിനക്കൊരു ബിസിനസ് മൈൻഡ് ഇല്ലല്ലോ. ഇതൊക്കെ ചെയ്യാൻ ഒരു പെണ്ണ് കിട്ടണോ? ശമ്പളത്തിന് ഒരു പെണ്ണിനെ നിർത്തിയാ പോരെ? അതല്ലേ നമുക്ക് ലാഭം. അങ്ങനൊന്നും ലാഭിക്കണ്ട. ഇതിനൊക്കെ പറ്റിയ ഒരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ചേട്ടന്റെ സമ്മതം കിട്ടിയാൽ മാത്രം മതി. ചേട്ടൻ എന്താ ആരാന്ന് ചോദിക്കാത്തെ? നിന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷമേ എന്റെ വിവാഹത്തെ കുറിച്ച് ഞാൻ ആലോചിക്കൂ. ഇനി എപ്പോഴാ മൂക്കി പല്ല് വന്നിട്ടോ? ആ നീ ഇതുവരെ ഉറങ്ങിയില്ലേ? എനിക്ക് അവിടെ കിടക്കാൻ പേടിയാവുന്നു. ഞാൻ ചേട്ടന്റെ കൂടെ കിടന്നോളാം. പേടിയോ? അപ്പൊ നീ ഹോസ്റ്റലിൽ എന്ത് ചെയ്യായിരുന്നു? ഹോസ്റ്റലിൽ ഞങ്ങൾ ഒരു മുറിയിൽ രണ്ടുപേരായിരുന്നു. ഒറ്റയ്ക്ക് കിടന്ന് പഠിക്കണം, അല്ലാതെ കൊച്ചുകുട്ടികളെ പോലെ. ഞാൻ ചേട്ടന്റെ കൊച്ചുകുട്ടിയല്ലേ? കിടന്നോ. ആ ഇത്ര അടുത്ത് കിടന്നാൽ എങ്ങനെ? എനിക്ക് കിടക്കണ്ടേ? കുറച്ചങ്ങോട്ട് നീ കിടക്ക്. മതിയോ? എന്താ മീര ഇത്? ലൈറ്റ് ഓൺ ചെയ്തേ. ചേട്ടൻ ഇങ്ങനെ ലൈറ്റ് ഇട്ട് വായിച്ചോണ്ടിരുന്ന എനിക്ക് ഉറക്കം വരത്തില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? മര്യാദ കിടന്നാലേ ഞാൻ അപ്പുറത്തോണ്ട് കിടത്തും. ലൈറ്റ് ഓൺ ചെയ്തേ.